വടകരയിൽ MDMA കേസിൽ അറസ്റ്റിലായ 3 അധ്യാപികമാരെ കുറിച്ചാണ്. ഈ 3 അധ്യാപികമാരും വർഷങ്ങളായി സുഹൃത്തുക്കളാണ്. MDMA ഉപയോഗിക്കുകയും ലഹരി മാഫിയയ്ക്ക് വേണ്ടി പണമിടപാട് നടത്തുകയും ചെയ്തത് 3 പേരും ഒരുമിച്ച് എന്ന് കണ്ടെത്തൽ. ലഹരി മാഫിയയ്ക്കും അധ്യാപികമാർക്കും ഇടയിൽ കണ്ണിയായി പ്രവർത്തിച്ചത് ഇന്നലെ അറസ്റ്റിലായ ജിജിലാണെന്നും പോലീസ് വ്യക്തമാക്കി. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജന, ഗുഡ് മോർണിംഗ്. നമ്മളൊക്കെ മാതൃകയാക്കുന്ന ഒരു മേഖലയാണ് ഈ അധ്യാപനം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ അവരെങ്ങനെയായിരിക്കണം എന്നതിൽ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഇനി അതിലൊരു മറുപക്ഷം ഉണ്ടാവും, അങ്ങനെ ഒരു മുൻധാരണയുടെ ആവശ്യമുണ്ടോ, അവരും മനുഷ്യരല്ലേ, അവർക്ക് അവരുടേതായ ജീവിതമില്ലേ, ഇങ്ങനെയൊക്കെ പറയാം. എങ്കിൽ പോലും പരിപാവനമായി നമ്മൾ കാണുന്നതാണ് അധ്യാപനം. അങ്ങനെയുള്ളൊരു മേഖലയിൽ നിന്നാണ് വർഷങ്ങളായ സുഹൃത്തുക്കളായി ഇവരൊക്കെ ഒരുമിച്ച് ഈ പണി ഒപ്പിച്ചത്, അല്ലേ? തീർച്ചയായും മോത്തി. ഏതായാലും ഇവരെ 3 പേരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. ഈ അധ്യാപനം എന്ന ജോലി, ആ ഒരു ഐഡന്റിറ്റി അത് മറയാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഇവർ ഈ ലഹരി വിൽപ്പനയാത്രയും നടത്തിയത് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ആ ഒരു ഐഡന്റിറ്റി അത് ഉപയോഗിച്ചുകൊണ്ട് അവർ കൂടുതൽ ആളുകളെ ഇതിലേക്ക് വിൽപ്പനക്കാരാക്കി അല്ലെങ്കിൽ വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു മറയിൽ നിന്നുകൊണ്ട് തന്നെ അധികകാലം ഇങ്ങനെ ഇത്തരത്തിലൊരു വിൽപ്പനയൊക്കെ നടത്തി മുന്നോട്ട് പോകാമെന്നവർ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ആരും പിടിക്കപ്പെടില്ല എന്നുള്ളൊരു ധാരണയും അവർക്കുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവതാളത്തിലായി. അന്വേഷണ സംഘം കൃത്യമായി 3 പേരെയും കൈയോടെ പിടികൂടുകയും ചെയ്തു. കീർത്തിനെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റിലാവുന്നത്. പിന്നീട് കാവ്യ അറസ്റ്റിലായി. ഇന്നലെ നീഷ്മയും അറസ്റ്റിലായി. ഇവരുടെ മുഖ്യ കണ്ണിയായി പ്രവർത്തിച്ചത്, അതായത് ഈ അധ്യാപകർക്കും ലഹരി മാഫിയയ്ക്കും ഇടയിലെ മുഖ്യ ബ്രിഡ്ജായി പ്രവർത്തിച്ചിരുന്ന ജിജിൽ എന്ന യുവാവിനെ ഇന്നലെ ഇരിട്ടിയിൽ നിന്നും ഡാൻസ് ഓഫ് സംഘവും പിടികൂടി. ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായത് 5 പേരാണ്. ഇനി അധ്യാപകരാരും തന്നെ ഈ ഒരു ശൃംഖലയുടെ ഭാഗമായി ഇല്ല എന്നുള്ളതാണ് പോലീസ് നിഗമനം. പക്ഷേ നിരവധി ആളുകൾ ഈ ലഹരി ശൃംഖലയിൽ അല്ലെങ്കിൽ ലഹരി മാഫിയയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ നിന്നും ലഹരി വാങ്ങിയ ആളുകൾ, വിൽപ്പന നടത്തിയ ആളുകൾ ഒക്കെ തന്നെയും വേറെ പുറത്ത് നിൽക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഏതായാലും നടക്കുന്നുണ്ട്. മംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഒരു ലഹരി സംഘത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് ചില സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. പ്രധാനമായും വലിയ തുകയാണ് ഇതിനോടകം തന്നെ ഈ 3 പേരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതായത് കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് 1 വർഷം കൊണ്ട് ഏതാണ്ട് 14 ലക്ഷം രൂപ ലഹരി വിറ്റു മാത്രം എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാവ്യ 6 മാസം കൊണ്ട് കാവ്യയുടെ അക്കൗണ്ടിലേക്ക് വന്നത് 9 ലക്ഷം രൂപയാണ്. നീഷ്മയുടെ അക്കൗണ്ടിലേക്കും ഇതിന് സമാനമായ രീതിയിൽ തന്നെ പണം എത്തിച്ചേർത്തിട്ടുണ്ട്. നീഷ്മയുടെ അക്കൗണ്ട് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയൊക്കെ ഇനി നടത്തേണ്ടതുണ്ട്. ഈ 3 അധ്യാപികമാരുടെയും അക്കൗണ്ടുകളും ഇവരുടെ ബന്ധുക്കളുടെ അക്കൗണ്ടുകളും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് ഇനിയിപ്പോൾ അന്വേഷണ സംഘം കടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ 2 പേരെയും ആദ്യം അറസ്റ്റിലായ കീർത്തനെയും കാവ്യയും കസ്റ്റഡിയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹർജി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഹർജിയിൽ നിന്ന് തീരുമാനമാകും. അങ്ങനെയാണെങ്കിൽ ഇവർ 2 പേരെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. ശരി, അഞ്ജന സുകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അധ്യാപകരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും മാതൃകയാവേണ്ടതാണ്. ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന വിഭാഗമാണ് അധ്യാപകർ എന്ന് പറയുന്നത്. അവരിൽ നിന്നും കുട്ടികളും മറ്റ് സമൂഹത്തിലെ മനുഷ്യരും പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് എത്ര പറഞ്ഞാലും നമ്മൾ പ്രതീക്ഷ പോകും. അധ്യാപികയാണ് എന്ന് പറയുമ്പോൾ ഉള്ള ചില പെരുമാറ്റങ്ങൾ അവരുടെ ഭാഗത്തു നിന്നാണിത്.